ബാലിയും സുഗ്രീവനും കിഷ്കിന്ധ ഭരിച്ചിരുന്ന കാലത്ത് മായാവി എന്നൊരു അസുരൻ ബലവാനും വീരനുമായ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. കോപിഷ്ഠനായ ബാലി യുദ്ധത്തിനായി ചെന്നു. എതിരാളികളുടെ പാതിശക്തി ലഭിക്കുമായിരുന്ന ബാലിയോട് പൊരുതി ഭയന്ന് രാക്ഷസൻ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. പിന്തുടർന്ന ബാലി ഗുഹയിൽ പ്രവേശിക്കും മുൻപേ സുഗ്രീവനോട് പറഞ്ഞു, ഗുഹയിൽ നിന്നും ക്ഷീരമാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചുവെന്നും പകരം രക്തമാണ് വരുന്നതെങ്കിൽ കിഷ്കിന്ധയിൽ ചെന്നു രാജ്യം ഭരിച്ചാലുമെന്ന്. വർഷങ്ങൾ കഴിഞ്ഞു. ഗുഹയിൽ നിന്ന് രക്തം വരുന്നത് കണ്ടു. വിഷമിതനായ സുഗ്രീവൻ ഗുഹ കല്ലുകൊണ്ട് അടച്ച് കിഷ്കിന്ധയിൽ ചെന്നു രാജ്യഭരണം ആരംഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം യുദ്ധത്തിൽ ജയിച്ച ബാലി കിഷ്കിന്ധയിൽ കോപിഷ്ഠനായി തിരിച്ചെത്തി. മായാവിയായ രാക്ഷസന്റെ മായാജാലമായിരുന്നു ഗുഹയിൽ നിന്നും വന്ന രക്തം. സഹോദരനായ സുഗ്രീവൻ തന്നെ ചതിക്കുകയാണ് ചെയ്തത് എന്ന് തെറ്റിദ്ധരിച്ച ബാലി സുഗ്രീവനെ വധിക്കാൻ ചെന്നു. സുഗ്രീവൻ ഋഷ്യമൂകാചല പർവ്വതത്തിൽ അഭയം പ്രാപിച്ചു. രാവണനാൽ അപഹരിക്കപ്പെട്ട സീതാദേവിയെ വീണ്ടെടുക്കുവാൻ യുദ്ധത്തിനു പുറപ്പെട്ട ശ്രീരാമദേവൻ ദുഃഖിതനായ സുഗ്രീവനെ പർവ്വതത്തിൽ വച്ച് കണ്ടുമുട്ടി. ശ്രീരാമദേവന്റെ നിർദ്ദേശത്തിൽ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയും യുദ്ധത്തിനിടെ ശ്രീരാമദേവന്റെ ഒളിയമ്പിനാൽ ബാലി വധിക്കപ്പെടുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. സൂര്യഭഗവാന്റെ തേരാളിയായ അരുണൻ ദേവലോകത്തെ ദേവക്കൂത്തു കാണാൻ സ്ത്രീവേഷത്തിൽ ചെന്നു. അരുണസ്ത്രീയെ കണ്ടു മോഹിതനായ ദേവേന്ദ്രനിൽ അരുണസ്ത്രീയിൽ ബാലി ജനിച്ചു. അതീവ ബലവാനും ഈരേഴ് ലോകം പുകൾപെറ്റതുമായ ബാലി രാക്ഷസ രാജാവായ രാവണനെ സംവത്സരങ്ങളോളം ബാലി അടിമയാക്കിയിരുന്നു. ദേവേന്ദ്രനിൽ അരുണസ്ത്രീയിൽ ജനിച്ച മറ്റൊരു പുത്രനാണ് സുഗ്രീവൻ. ശ്രീരാമദേവനാൽ വധിക്കപ്പെട്ട ബാലി വീരമോക്ഷം പ്രാപിച്ച് ദൈവക്കരുവായി യോഗപ്പെട്ടു. വടുക രാജാവിൻ്റെ വടുകക്കോട്ടയിൽ കുടികൊണ്ട ദൈവം പിന്നീട് മണുമ്മൽ വിശ്വകർമാവിൻ്റെ വെള്ളോലക്കുടുമയിൽ ആധാരമാക്കി മണുമ്മൽ ശേഷിക്കുന്നു. ബാലി തെയ്യത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.